ഒക്കെയാണ് പറഞ്ഞോ. ഓക്കെ. എൻ്റെ പേര് മുഹമ്മദ് സഫാൻ. ഞാൻ ജാമ്യയിൽ MBA ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സെക്കൻഡ് ഇയർ ചെയ്യുന്നതാണ്. ഫാക്കൽറ്റി ഓഫ് മാനേജ്മെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം വലിയൊരു ഫാക്കൽറ്റി ആണ് മാനേജ്മെന്റ്. അതിന്റെ കീഴിൽ തന്നെ 3 ഡിപ്പാർട്ട്മെന്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്. അതിന്റെ കീഴിൽ വരുന്ന മാസ്റ്റർ ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റും ബാച്ചിലേഴ്സ് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റും ആണ്. പിന്നെ ബാച്ചിലർ ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് BTTM. പിന്നെ BVOC ആണ് ഫുഡ് പ്രൊഡക്ഷന്റെ. രണ്ടാമത്തെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് തന്നെയാണ്. അതിലാണ് റെഗുലർ MBA എക്സിക്യൂട്ടീവ്, MBA ഇന്റർനാഷണൽ ബിസിനസ്, MBA ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് ഇന്നോവേഷൻ. ഈ 4 കോഴ്സാണ് ആ ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരുന്നത്. മൂന്നാമതൊരു ഡിപ്പാർട്ട്മെന്റ് കൂടെ ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആൻഡ് ഹോസ്പിറ്റൽ സ്റ്റഡീസ് ആണ്. അതിന്റെ കീഴിൽ 2 കോഴ്സാണ് വരുന്നത്. MBA ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, അതായത് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ MBA ഫാർമസ്യൂട്ടിക്കൽ മാനേജ്മെന്റ്. ഈ എല്ലാ കോഴ്സിനും ടൂറിസം ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അതിലെ എല്ലാ കോഴ്സിനും 40 സീറ്റാണ് വരുന്നത്. പിന്നെ മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ MBAയിൽ 60 സീറ്റാണ് ജാമ്യയിലുള്ളത്. എക്സിക്യൂട്ടീവിന് 70 സീറ്റും, ഇന്റർനാഷണൽ ബിസിനസ്സിന് 60 സീറ്റും, ഓണ്ടർപ്രണർഷിപ്പിന് 40 സീറ്റുമാണ് വരുന്നത്. പിന്നെ ഇതിന്റെ ഓരോന്നിന്റെ ഫീസ് സ്ട്രക്ചർ പറയുകയാണെങ്കിൽ MTTM മാസ്റ്റർ ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റിന് 43,110 ഒരു കൊല്ലം അടയ്ക്കേണ്ട ഫീ ആണ്. ഫസ്റ്റ് നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ഒരു കൊല്ലത്തെ ഫീ ഒരുമിച്ച് അടയ്ക്കണം. പിന്നെ നെക്സ്റ്റ് ഇയറിൽ സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ആകുമ്പോൾ സെക്കൻഡ് ഇയറിന്റെ അടയ്ക്കണം. പിന്നെ BHM ഹോട്ടൽ മാനേജ്മെന്റിന്റെ വരുന്നത് 37,710. BTTM ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ് ബാച്ചിലേഴ്സ് 32,555 രൂപയാണ്. പിന്നെ BVOC ഫുഡ് പ്രൊഡക്ഷൻ, അത് സെൽഫ് ഫൈനാൻസ്ഡ് കോഴ്സ് ആണ്. അതിന്റെ 99,500 രൂപയാണ് ഒരു കൊല്ലം ഫീ ആയിട്ട് അടിക്കേണ്ടത്. MBA ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആണെങ്കിൽ 52,000 52 52,000 രൂപയാണ് ഇയർലി ഫീ വരുന്നത്. ഫാർമസ്യൂട്ടിക്കൽ മാനേജ്മെന്റും 52,000 തന്നെയാണ്. പക്ഷെ അതിൽ ഉള്ള 40 സീറ്റ്സിൽ 30 മാത്രമേ റെഗുലർ സീറ്റ് ഉള്ളൂ. 10 സെൽഫ് ഫൈനാൻസും പിന്നെ 4 ഇൻഡസ്ട്രി സ്പോൺസേർഡ് സീറ്റ്സ് ആണ് വരുന്നത്. ടോട്ടൽ 44 ആണ് സ്ട്രെങ്ത് ഉണ്ടാവുക. പിന്നെ റെഗുലർ MBA ഇയർലി ഫീ വരുന്നത് 26,575 രൂപയാണ്. പിന്നെ എക്സിക്യൂട്ടീവും ഇന്റർനാഷണൽ ബിസിനസ്സും ഓണ്ടർപ്രണർഷിപ്പും മൂന്നും സെൽഫ് ഫൈനാൻസ്ഡ് കോഴ്സ് ആണ്. അതിന് എക്സിക്യൂട്ടീവിന് ഫസ്റ്റ് സെമ്മിൽ 26,375, സെക്കൻഡ് സെമ്മിൽ 34,850 ഇന്റർനാഷണൽ ബിസിനസ്സിന് വരുന്ന 26,375, സെക്കൻഡ് സെമ്മിൽ 9,470. ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് ഇന്നോവേഷൻ ഫസ്റ്റ് സെമ്മിൽ 26,375, സെക്കൻഡ് സെമ്മിൽ 44,000. ഇപ്പോൾ ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ MBAയിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് MBA ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ആണ്. അതിലാണ് റെഗുലർ അല്ലെങ്കിൽ ഫുൾ ടൈം MBA ആൻഡ് MBA ഇന്റർനാഷണൽ ബിസിനസ്. ജാമ്യയിലെ മാനേജ്മെന്റിൽ തന്നെ ഏറ്റവും പഴക്കം കൂടിയ ഡിപ്പാർട്ട്മെന്റും ഏറ്റവും അടിപൊളി കോഴ്സുകളും ഇത് രണ്ടുമാണ് വരുന്നത്. അതിനുശേഷമാണ് പിന്നെ ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. അത് വേറെ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇനി ഇതിനെ പറ്റി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഡേറ്റ് ആണ്. ഓരോ എക്സാമിനും അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ എക്സാമിനും ഡിഫറെന്റ് ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ 3 ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് 3 ഡിപ്പാർട്ട്മെന്റും 3 എക്സാം ആണ് എഴുതേണ്ടത്. MBA റെഗുലർ, MBA സെൽഫ് ഫൈനാൻസ്, MBA ഓണ്ടർപ്രണർഷിപ്പ്, അത് മൂന്നും അത് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന 4 കോഴ്സും കൂടി ഒറ്റ എക്സാം ആയിട്ടാണ് എഴുതാനുള്ളത്. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ വരുന്ന ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കോഴ്സിന് ഡിഫറെന്റ് എക്സാം ആണ്. ഫാർമസ്യൂട്ടിക്കലിന് ഡിഫറെന്റ് എക്സാം ആണ്. MBA ഇന്റർനാഷണൽ ബിസിനസ് റെഗുലർ, ഇന്നോവേഷൻ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പിന്റെ ഡേറ്റ് വരുന്ന 24-ാം തീയതിയാണ് എക്സാം, മെയ് 24-ാം തീയതി. എക്സിക്യൂട്ടീവിന്റെ വരുന്നത് 18-ാം തീയതി, മെയ് 18-ാം തീയതി. പിന്നെ വരുന്നത് ഓക്കെ, ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റിന്റെ എക്സാം വരുന്നത് മെയ് 10-ാം തീയതിയാണ്. ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA എക്സാം വരുന്നത് മെയ് 13-ാം തീയതിയും ഫാർമസ്യൂട്ടിക്കൽ മാനേജ്മെന്റ് എക്സാം വരുന്നത് മെയ് 18-ാം തീയതിയുമാണ്. പിന്നെ ഇതിൽ പറയാനുള്ളത് എന്താ വെച്ചാല്
MBA പറ്റി പറയാന്ന് വെച്ചാൽ എല്ലായിടത്തിലും നടത്തുന്ന പോലെ തന്നെ കാറ്റിന്റെ ഒക്കെ അതേ സിലബസിൽ തന്നെയാണ് MBA വരുന്നത്. സിലബസിൽ ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റി, ഡാറ്റ അനാലിസിസ് ആൻഡ് സഫിഷ്യൻസി, റീസണിംഗ് ആൻഡ് ജനറൽ ഇന്റലിജൻസ്, കറന്റ് അഫയേഴ്സ് ആൻഡ് എക്കണോമിക് ആൻഡ് ബിസിനസ് എൻവയോൺമെന്റ്. ഇതിൽ ടോട്ടൽ 200ലാണ് എക്സാം മൊത്തം മാർക്ക് ഉണ്ടാകുക. അതിൽ 170 മാർക്കിന് എൻട്രൻസ് എക്സാം ഉണ്ടാവും. അതിൽ പാസ്സാകുന്നവരെ ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ഇന്റർവ്യൂവിന് വിളിക്കുക ചെയ്യുക. അതിന് 30 മാർക്കുള്ള ടോട്ടൽ 170 പ്ലസ് 30ലാണ് മാർക്ക് ലിസ്റ്റ് വരിക. അതിൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുകയാണ് ചെയ്യുക. ഇപ്പോ ഒരാള് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ കീഴിലാണ് എക്സാം എഴുതിയെങ്കിൽ അതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് പ്രിഫറൻസ് കൊടുക്കാം. ഫസ്റ്റ് പ്രിഫറൻസ് MBA കൊടുക്കാം, പിന്നെ MBA ഓണ്ടർപ്രണർഷിപ്പ് കൊടുക്കാം, MBA ഇന്റർനാഷണൽ ബിസിനസ് കൊടുക്കാം. അതിന്റെ റാങ്ക് അനുസരിച്ചാണ് നമുക്ക് ചോയ്സ് കിട്ടുക. അതിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുക. സെക്കൻഡ് ലിസ്റ്റ് വരുമ്പോൾ അതിൽ നമുക്ക് ചേഞ്ച് വരികയാണെങ്കിൽ അതിലേക്ക് അഡ്മിഷൻ എടുക്കാം. അതാണ് ചെയ്യാനുള്ളത്. പിന്നെ ഇതിൽ കൂടുതലായിട്ടും ഒന്നും പറയാനില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു സഫ്വാൻ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാറ്റിൽ ഇടാവുന്നതാണ്. സഫ്വാൻ, ചാറ്റിൽ ഒരു മെസ്സേജ് കിടക്കുന്നുണ്ടോ എന്ന് നോക്കൂ. ഓക്കെ. റെഗുലർ MBA ഡിപ്പാർട്ട്മെന്റ് ഓവറോൾ അതാണ് ഞാൻ പറഞ്ഞ റെഗുലർ MBA ഡിപ്പാർട്ട്മെന്റ് ആണ്. ജാമ്യയിൽ തന്നെ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ ഏറ്റവും പഴക്കം അബൌട്ട് 28 years പഴയ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിൽ തന്നെ ബെറ്റർ ആയിട്ടുള്ള കോഴ്സാണ് റെഗുലർ MBAയും ഇന്റർനാഷണൽ ബിസിനസ്സും. അവർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്ലേസ്മെന്റ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എഴുതുന്ന എക്സാമും അത് തന്നെയാണ്. റെഗുലർ MBA, ഇന്റർനാഷണൽ ബിസിനസ്, എക്സിക്യൂട്ടീവ് ഓണ്ടർപ്രണർഷിപ്പ് വരുന്നത്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനെ പറ്റി പറയാന്ന് വെച്ചാൽ നല്ല ഡിപ്പാർട്ട്മെന്റ് ആണ്. നല്ല ഫാക്കൽറ്റീസ്, നമ്മളെ ബിൽഡിംഗ് ആയാലും ക്യാമ്പസ് ആയാലും അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് വരുന്നത്. പ്ലേസ്മെന്റിന്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ട് പ്ലേസ്മെന്റ് നടക്കുന്നത് ഒന്ന് ഇന്റർനാഷണൽ ബിസിനസ്സിലും ഒന്ന് MBA റെഗുലറിലുമാണ്. എനിക്ക് കറക്റ്റ് അതിന്റെ ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല, കാരണം ഞാൻ അതിന്റെ തൊട്ട് മേലുള്ള MBA ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലാണ് പഠിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ നമ്പർ നമ്മൾ ഗ്രൂപ്പിൽ ചോദിച്ചാൽ തരാവുന്നതാണ്. പ്ലേസ്മെന്റ്സ് ആൻഡ് ഇന്റേൺഷിപ്പ്. സോ ഇന്റേൺഷിപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് സെം കഴിഞ്ഞാൽ സമ്മർ ഇന്റേൺഷിപ്പ് മാൻഡേറ്ററി ആണ്. 2 മാസം മാൻഡേറ്ററി ആയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ടും STP സമ്മർ ട്രെയിനിങ് പ്രൊജക്റ്റും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അത് സിലബസിലുള്ളതാണ്, ക്രെഡിറ്റ് ഉള്ളതാണ്. 4 ക്രെഡിറ്റ് ഉണ്ട്. മാത്രമല്ല ഇന്റേൺഷിപ്പ് ചെയ്യുന്ന അവിടുന്ന് ഒരു ലെറ്റർ നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്തത്, നമ്മളെ എത്തിക്സ് പ്രൊഫഷണലിസം കാണിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു ലെറ്റർ അവർ ഡിസ്ക്രീറ്റ് ആയിട്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കേണ്ടതാണ്. പിന്നെ പ്ലേസ്മെന്റിന്റെ പറയുകയാണെങ്കിൽ ഇതാ പറഞ്ഞേ, എന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്ലേസ്മെന്റ്സ് ഉണ്ട്. ഇതുവരെ ഈ ഇയറിൽ ഉണ്ടായത് 9 lakhs വരെയാണ് മാക്സിമം പോയത്. അതും ഫസ്റ്റ് ഇയറിൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പ്ലേസ്മെന്റ്സിൽ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വേറൊരു കാര്യം എന്താ വെച്ചാൽ മാനേജ്മെന്റ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 4th സെമ്മിൽ ഡെസേർട്ടേഷൻ വരുന്നുണ്ട്. നമ്മളൊരു റിസർച്ച് ടോപ്പിക് എടുത്തിട്ട് അതിൽ റിസർച്ച് ചെയ്ത് അത് സബ്മിറ്റ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആവും. അതൊന്നും അപ്പോൾ ഇപ്പൊ കേൾക്കുമ്പോൾ നമുക്ക് വലിയ കാര്യമായിട്ട് തോന്നുമെങ്കിലും നമ്മൾ MBA കോഴ്സിന് അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ റിസർച്ച് മെത്തഡോളജി എന്ന് പറഞ്ഞ ഒരു പേപ്പർ ഉണ്ടാവും. അത് നമുക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു തരും. അതിന്റെ പ്രാക്ടിക്കലാണ് 4th സെമ്മിൽ വരുന്നത്. 4th സെമ്മിൽ ഉള്ള സമയത്ത് തന്നെ നമുക്ക് ഇന്റേൺഷിപ്പും ചെയ്യാം. മാൻഡേറ്ററി അല്ല, ഇന്റേൺഷിപ്പ് ചെയ്യാം. ഇനി ജോബ് കിട്ടുകയാണെങ്കിൽ ജോബിന് പോവുകയും ചെയ്യാം. എക്സാം മാത്രം വന്നിട്ട് എഴുതിയാൽ മതി. MBA ഹെൽത്ത് കെയർ ആൻഡ് ഫാർമ എലിജിബിലിറ്റി UG BCom പറ്റുമോ? ഓക്കെ. MBAക്ക് എലിജിബിലിറ്റി എനി ഡിഗ്രി ആണ്. 50% മുകളിൽ മാർക്ക് ഉണ്ടായിരിക്കണം. എനി ഡിഗ്രി, അതൊന്നും കുഴപ്പമില്ല. പിന്നെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇന്റർവ്യൂവിൽ ക്വസ്റ്റ്യൻസ് വരും. ഇപ്പോ ഇന്റർവ്യൂവിൽ ഒരാള്
എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എക്കണോമിക്സ് ആയിരുന്നു UG ചെയ്തത്. ഞാൻ എന്നിട്ട് എക്സാം എഴുതി പാസ്സായത് MBA ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. അപ്പൊ ഇന്റർവ്യൂല് അവർ നമ്മളോട് ചോദിക്കും വൈ MBA, ലൈക്ക് എക്കണോമിക്സ് പഠിച്ചാക്ക് MCOM ഒരു ഓപ്ഷൻ ആണ്, MA എക്കണോമിക്സ് ഉണ്ട്, അല്ലെങ്കിൽ റെഗുലർ MBA ഉണ്ട്. ഇതൊന്നും എടുക്കാണ്ട് എന്തിനാണ് MBA ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എടുക്കുന്നത്? അത് നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റണം. അത് നമ്മൾ ആൾക്കാരോട് സംസാരിക്കുന്ന, ലൈക്ക് നമ്മളെ ഇന്റർവ്യൂയോട് പറയുന്നതിലാണ് കാര്യം. ജസ്റ്റ് നമ്മൾ പാഷനേറ്റ് ആണ് ഈ കോഴ്സ് പഠിക്കാമെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്താൽ മാത്രം മതി. പിന്നെ പിന്നെ GD ഉണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷൻ. ഗ്രൂപ്പ് ഡിസ്കഷൻ എങ്ങനെയാണ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് ഒരു 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഒരു പാനലിന്റെ മുന്നിൽ ഇരിക്കുകയാണ് ചെയ്യാം. ആ പാനൽ നമുക്കൊരു സബ്ജക്ട് തരും. ആ സബ്ജക്റ്റിൽ നമ്മൾ നമ്മളെ ഒപ്പീനിയൻ പറയണം. ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ ഒരു 30 സെക്കൻഡ്സും കിട്ടും. അത് നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് പോയാൽ തന്നെ സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. റെഗുലർ ഇന്റർവ്യൂ എങ്ങനെയാണ്? സെയിം ആണ്, സെയിം പാറ്റേൺ ആണ്. ലൈക്ക് നമ്മൾ അവിടെ പോയിരുന്നാൽ മെയിൻ ആയിട്ട് ചോദ്യം വരിക, എന്തിനാണ് ഈ കോഴ്സ് എടുക്കുന്നത്? 5 കൊല്ലം കഴിയാൻ നിങ്ങൾ എവിടെയാണ് നിങ്ങളെ തന്നെ കാണുന്നത്? നിങ്ങളെ UG കോഴ്സും ഇതും തമ്മിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ബന്ധിപ്പിക്കാൻ പറ്റുന്നത്? ഞാൻ ജാമ്യന്റെ റെഗുലർ എൻട്രൻസിൽ ഞാൻ പങ്കെടുത്തിരുന്നില്ല. ഞാൻ AMUന്റെ റെഗുലർ MBA ക്രാക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്നോട് വന്ന ക്വസ്റ്റ്യൻസ്, എക്കണോമിക്സ് പഠിച്ചിട്ട് MBA എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ MBA കിട്ടുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ MBA പഠിച്ചു കഴിഞ്ഞ് 5 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ എവിടെയാണ് നിങ്ങളെ തന്നെ കാണുന്നത്? ഇതാണ് എല്ലാ MBA കോഴ്സസിലുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ചിലപ്പോൾ നമ്മൾ എക്കണോമിക്സ് ആണ് അല്ലെ MCOM BCom ആണ് പഠിച്ചതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പഠിച്ച കാര്യത്തിന് ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിൽ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എക്സാമിന്റെ ടഫ്നെസ്. MBA എക്സാമിന് ജാമ്യയിൽ മെയിൻ ആയിട്ട് PYQ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്ത് പഠിച്ചാൽ ഒരു 10 കൊല്ലത്തെ PYQ ഉണ്ടെങ്കിൽ അത് തന്നെ ക്ലിയർ ആയിട്ട് ചെയ്ത് പഠിക്കാം. സെയിം ക്വസ്റ്റ്യൻസ് ഒരു 40-50% ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. 170 ഒരു 100 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുക വെച്ചാൽ ഷോർട്ട് ആയിട്ടും ഇന്റർവ്യൂവിനും GDക്കും ബേസിക് മാർക്ക് കിട്ടിയാലും ബേസ് മാർക്ക് കിട്ടിയാലും ഷോർട്ട് ആയിട്ടും അഡ്മിഷൻ കിട്ടേണ്ടതാണ്. MBA റെഗുലർ എൻട്രൻസ് എക്സാം കാറ്റ് പോലെ നല്ല ടഫാണോ? അല്ല. കാറ്റും JMI MBA എൻട്രൻസ് എക്സാമും നല്ല വ്യത്യാസമുണ്ട്. കാറ്റ് ഹൈ ലെവൽ ആണെങ്കിൽ AMIന്റെ എക്സാം ഒരു മീഡിയം ലെവൽ ടഫ്നെസ് ഒക്കെ ഉള്ളൂ. ഒരു +2 സയൻസ് സയൻസ് അല്ല മാത്സും ഇംഗ്ലീഷും GK ലാസ്റ്റ് ഇയറിലെ അത്യാവശ്യം നല്ല GK നോളജും ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് എഴുതിയെടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. UG ഡിസ്റ്റൻസ് ചെയ്ത ആൾക്ക് JMI അഡ്മിഷൻ കിട്ടുമോ? നിങ്ങളുടെ കയ്യിൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജാമ്യയിൽ അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഒരു SSC ലെവൽ ബുക്ക് റെഫർ ചെയ്താൽ മതിയോ? SSC ലെവൽ എന്നൊക്കെ പറയുമ്പോൾ SSC ഡിഗ്രി ലെവൽ ഉള്ളതാണ്. അത്രക്ക് ഹെവി ആയിട്ടുള്ളത് വേണമെന്നില്ല. അതൊക്കെ നിങ്ങൾ SSC ബുക്കൊക്കെ റെഫർ ചെയ്യുന്നത് വെച്ചാൽ സിമ്പിൾ ആയിട്ട് തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കാൻ പറ്റുന്നതാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് അരുൺ സിംഗ് ഓർ ആ നെയിമിൽ വരുന്ന ഒരാളുടെ ഒരു ബുക്ക് ഉണ്ട്. അതിൽ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും കറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യുന്ന അതിൽ ക്ലിയർ ആയിട്ടുണ്ട്. നിങ്ങൾ PYQ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലൊക്കെ വരുന്നത്. കറക്റ്റ് പറയുകയാണെങ്കിൽ ഡാറ്റ അനാലിസിസ് ആൻഡ് സഫിഷ്യൻസി എന്നൊക്കെ പറയുന്ന ഭാഗം നമുക്കൊരു പൈ ചാർട്ട് അല്ലെങ്കിൽ ബാർ ചാർട്ട് ഒക്കെ തന്നിട്ട് അതിൽ നിന്ന് ഡാറ്റ നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്തിട്ട് എഴുതാ വേണ്ടത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റി ഷുവർ ആയിട്ടും SSC ബുക്കൊക്കെ റെഫർ ചെയ്യുകയാണെങ്കിൽ അത് തന്നെ മതി. പ്രിപ്പറേഷൻ ബുക്സ് കറക്റ്റ് എൻ്റെ ഓർമ്മയിലില്ല. ഞാൻ ഓർമ്മ ഉള്ളത് നിങ്ങൾ MSFന്റെ ഹെൽപ്പ് ഡെസ്കിൽ ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പിൽ, അതിൽ ചോദിച്ചാൽ ഞാൻ അതിലേക്ക് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് ഷെയർ ചെയ്യാം.
ഇനി ഒരു കാര്യം പറയാൻ വിട്ടത് എന്താണെന്ന് വെച്ചാൽ MBA എക്സാംസിനുള്ള എക്സാം ഫീ 1000 രൂപയാണ് വരുന്നത്. മൾട്ടി സിറ്റി ആണ്. കോഴിക്കോടും ഇന്ത്യയിലെ വേറെ പല ഭാഗത്തും എക്സാം എഴുതാൻ പറ്റുന്നതാണ്. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഗ്രൂപ്പിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ എന്റെ നമ്പർ ഉണ്ട്, അതിൽ പേഴ്സണലി മെസ്സേജ് ചെയ്താൽ മതി. ക്വാണ്ടിറ്റിക്ക് 10th ബേസ് ഉള്ളവർക്ക് ടഫ് ആകും. അത് എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ എന്താ ചോദിച്ചതെന്ന്. ഒന്ന് ക്ലിയർ ആക്കാം. അതായത് ഞാനൊരു ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അപ്പോൾ 10th വരെ മാത്സ് പഠിച്ചിട്ടുള്ളൂ. അപ്പൊ അത് കൊണ്ട് ടഫ് ആകും. ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ പ്രിപ്പറേഷൻ പോലെ ഉണ്ടാവും. എത്ര ടഫ് ആയെന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് +2 ലെവലുള്ള സയൻസ് ആണ് ചോദിക്കുന്നത്. +2 ലെവൽ തന്നെ ഹൈ ലെവൽ ട്രിഗ്നോമെട്രി അങ്ങനത്തെ ഒന്നും ഇല്ല. അപ്പോ അങ്ങനെ പറഞ്ഞുതരാം. 10th ലെവലുള്ളവർക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നമാവൂല. ഓക്കെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്പെഷ്യലൈസേഷൻ അല്ല, ഡിപ്പാർട്ട്മെന്റ് വൈസിലാണ് വരുന്നത്. MBA, റെഗുലർ, ഓണ്ടർപ്രണർഷിപ്പ്, IB, ഇതിന് മൂന്നിനും കൂടി ഒരു എക്സാം. അത് നിങ്ങൾ 1000 ഫീ അടിച്ചിട്ട് ആ എക്സാം എഴുതിയിട്ട് അതിൽ പ്രിഫറൻസ് കൊടുക്കണം. പിന്നെ വരുന്നത് MBA ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, അതിന് വേറെ എക്സാം, അതിന് നിങ്ങൾ വേറെ ഫീ അടിക്കണം. ഇത് വേറെ വേറെ ഡിപ്പാർട്ട്മെന്റിലാണ്. പിന്നെ അതേ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഫാർമസ്യൂട്ടിക്കൽ മാനേജ്മെന്റ്, അതിനും നിങ്ങൾ വേറെ അടക്കണം. ഇപ്പൊ മൂന്നെണ്ണായി. ഇനിയിപ്പോ എക്സിക്യൂട്ടീവ് റെഗുലർ ആയിട്ടുള്ള സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റൂല. അത് ഇൻഡസ്ട്രി സ്പോൺസേർഡ് അല്ലെങ്കിൽ അതിന്റെ ക്വാളിഫിക്കേഷനിൽ ചെറിയ എന്തോ വ്യത്യാസമുണ്ട്. അത് ചെയ്യണമെങ്കിൽ അതിന് വേറെ ഫീ അടയ്ക്കണം. ലൈക്ക് മെയിൻ ആയിട്ട് എഴുതാൻ പറ്റുക റെഗുലർ, IB, ഓണ്ടർപ്രണർഷിപ്പ് വരുന്ന ഒരു എക്സാം, ഹെൽത്ത് കെയറിന്റെ ഒരു എക്സാം, പിന്നെ ഫാർമസ്യൂട്ടിക്കൽ മാനേജ്മെന്റിന്റെ ഒരു എക്സാം. അപ്പൊ മൂന്നെണ്ണത്തിന് വേറെ വേറെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഡേറ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇടുക. ഡേറ്റ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ പ്രോസ്പെക്ടസ് ഉണ്ട്, അതിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ കറക്റ്റ് ആയിട്ട് ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. AMA ഓർ JMA റെഗുലർ MBA വിച്ച് ഈസ് ഈസി ടു ക്രാക്ക്. അങ്ങനെ ചോദിച്ചാൽ JMAന്റെ റെഗുലർ MBA ഞാൻ ക്രാക്ക് ചെയ്തിട്ടില്ല. AMUന്റെ റെഗുലർ MBA ഞാൻ എൻട്രൻസും ലൈക്ക് എനിക്ക് അഡ്മിഷൻ കിട്ടിയതാണ്. അവിടെ 2 MBA ആണ് AMUവിൽ വരുന്നത്. റെഗുലർ MBA, അതിന്റെ കീഴിൽ വരുന്ന റെഗുലർ, IB, സംതിങ് എൽസ്, മൂന്നാമതൊരു കോഴ്സ് കൂടി വരുന്നുണ്ട്. പിന്നെ അവിടെ രണ്ടാമതൊരു എക്സാം ഉള്ളതെന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഞാൻ അത് രണ്ടും ക്രാക്ക് ചെയ്താണ്. അത് രണ്ടും സിമ്പിൾ ആണ്. അതിന്റെ എക്സാം ആയാലും GD ഇന്റർവ്യൂ ആയാലും സിമ്പിൾ ആയിരുന്നു. സെയിം പാറ്റേണിൽ തന്നെയാണ് ജാമ്യയിലതും. പക്ഷെ ജാമ്യയിലാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് കോമ്പറ്റേറ്റീവ്നെസ് കൂടുതലുള്ള ജാമ്യയിലാണെന്ന് തോന്നുന്നുണ്ട്. ലൈക്ക് പഠിക്കാൻ ഇരിക്കുകയാണെങ്കിൽ JMI ആൻഡ് AMU സെയിം സിലബസ് ആണ്, ഏകദേശം സെയിം മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നിന് തന്നെ നല്ലോണം പ്രിപ്പയർ ആകാന്ന് വെച്ചാൽ മറ്റേതും സിമ്പിൾ ആയിട്ട് എഴുതിയെടുക്കാൻ പറ്റും. ഇപ്പൊ ഒരാൾക്ക് കാറ്റിനോ അല്ലെങ്കിൽ CUT MBA പ്രിപ്പയർ ആകുന്ന ഒരാൾക്ക് JMI AMU അതും കൂടി അഡീഷണൽ ആയിട്ട് അതിൽ തന്നെ കഴിഞ്ഞോളും. വേറെ പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. PYQ ക്വസ്റ്റ്യൻസ് എടുക്കും. ഒരു 10 കൊല്ലത്തെ പറ്റുമെങ്കിൽ 10 കൊല്ലത്തെ PYQ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അത് ടെലിഗ്രാമിൽ അവൈലബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഇല്ലെങ്കിൽ യൂട്യൂബിൽ ഉണ്ടാവും. അത് ചെയ്ത് പഠിക്കാം. ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിക്കുക. യൂട്യൂബിൽ നോക്കുക, അത് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ അല്ല, അതിന്റെ ടൈപ്പ്. ഇപ്പോ ട്രെയിൻ മൂവ് ചെയ്യുമ്പോൾ എത്ര റിലേറ്റിവിറ്റിയിൽ മൂവ് ചെയ്യുമ്പോഴാണ് സമയം കൂടുന്നത്, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇല്ലെ റേഷ്യോസ്, അതൊക്കെ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉത്തരം ചെയ്യേണ്ടതെന്ന് പഠിക്കുക. അല്ലാണ്ട് ഒരു ചോദ്യമായിട്ട് ചെയ്യുകയല്ല ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതെന്താണ് അതിന്റെ ബേസിക്സ് മനസ്സിലാക്കി വെക്കാം, എന്നാൽ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഇയർ ബുക്ക് വാങ്ങുക, മനോരമന്റെയോ അങ്ങനെ ഏത് ന്യൂസിന്റെ ഇയർ ബുക്ക് വാങ്ങിയാൽ അത് കൃത്യമായിട്ട് വായിച്ചാൽ ലാസ്റ്റ് ഇയറിലേക്കുള്ള GK കംപ്ലീറ്റ് ആവും. പിന്നെ ഇംഗ്ലീഷ്. MBA ഹെൽത്ത് കെയർ സബ്ജക്ട്സ്. MBA ഹെൽത്ത് കെയറിൽ
ഓരോ സെമ്മിലും 8 പേപ്പറാണ് വരുന്നത്. ഫസ്റ്റ് സെമ്മ്, സെക്കൻഡ് സെമ്മ്, തേർഡ് സെമ്മ് 8 പേപ്പർ വരും. സെക്കൻഡ് സെമ്മിന്റെ കൂടെ, സെക്കൻഡ് സെം അല്ല, തേർഡ് സെമ്മിന്റെ കൂടെ സമ്മർ ട്രെയിനിങ് പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്ത അതിൽ നിന്നൊരു ടോപ്പിക് എടുത്തിട്ട് ഒരു പ്രൊജക്ട് ചെയ്യണം. ഫോർത്ത് സെമ്മിൽ 4 പേപ്പറാണ് വരുന്നത്. പിന്നെ അതിന്റെ കൂടെ ഡെസർട്ടേഷൻ. ഞാൻ ഇപ്പോൾ ഫോർത്ത് സെമ്മിലാണ്, എന്റെ പേപ്പേഴ്സ് ഓർമ്മയുള്ള ഞാൻ പറഞ്ഞുതരാം. വേറൊരു വിഷയം എന്താ വെച്ചാൽ MBA ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ നമ്മൾ സെക്കൻഡ് ഇയർ ആകുമ്പോൾ അതിൽ സ്പെഷ്യലൈസേഷൻ വേറെ വരും. ഒന്നിക്കൽ നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എടുക്കാം, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് എടുക്കാം. ഞാൻ അതിൽ തന്നെ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് എടുത്തത്. അതിൽ എന്റെ കോഴ്സസ് വരുന്നത് ഒന്ന് NGO മാനേജ്മെന്റ് ആണ്, ഒന്ന് ഇന്റർനാഷണൽ ഹെൽത്ത് എന്നാണ് രണ്ടാമത്തെ എന്റെ പേര്. മൂന്നാമത്തെ പേപ്പർ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അങ്ങനെ 4 പേപ്പറാണ് ഉള്ളത്. പിന്നെ അതിന് മുന്നേ വരുന്ന ഏകദേശം ഞാൻ പറഞ്ഞുതരാം. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു പേപ്പർ ഫസ്റ്റ് സെമ്മിൽ ഉണ്ടായിരുന്നു. അക്കൗണ്ടൻസി ഒരു പേപ്പർ ആയിട്ട് വരുന്നുണ്ട്. ബിസിനസ് റിസർച്ച് മെത്തഡോളജി വരുന്നുണ്ട്. HR വരുന്നുണ്ട്. മാർക്കറ്റിംഗ് വരുന്നുണ്ട്. എക്കണോമിക്സ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് സ്ട്രാറ്റജിക്കൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് വരുന്നുണ്ട്. ബിസിനസ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് വരുന്നുണ്ട്. അങ്ങനെ 8, 8, 8, 24, 4, 28 പേപ്പർ വരും. കറണ്ട് അഫയേഴ്സ് പൊതുവെ 1 ഇയറിൻ്റെതാണ് ചോദിക്കുക. ലാസ്റ്റ് ഇയർ ഇപ്പോൾ 2024-ഉം 2025-ന്റെ ഇതുവരെയുള്ള കാര്യങ്ങളും ഈ ഫസ്റ്റ് മന്ത്സിന്റെ. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ GK ഉണ്ടാവും ഓൾറെഡി ഉള്ളത്, അല്ലെങ്കിൽ ഫാക്ടുകളായിട്ടുള്ള GK അത് വേറെ തന്നെ പഠിക്കണം. ലൈക്ക് ഈ GK ഒക്കെ മെയിൻ ആയിട്ട് ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. GK, മാത്സ്, പിന്നെ ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്സ്. ഇംഗ്ലീഷിലൊക്കെ ചോദ്യങ്ങൾ മാറാറുള്ളൂ.